അപ്പോൾ ഗൈസ് ഇന്നത്തെ ദിവസത്തിന് ഒരു ചെറിയ പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ ചെക്കൻ ഇന്നലെ നമ്മൾ ജോയിൻ ചെയ്യും കേട്ടോ. ചെക്കൻ ആരാന്നുള്ളതൊക്കെ ഒരു സർപ്രൈസാണ്. സ്റ്റേ ട്യൂൺ. നമുക്ക് ചെക്കനും കൂടി എടുത്തിട്ട് നമുക്ക് ഇവിടെ സജില വാട്ടർഫോൾ ഉണ്ട് നിയർ ബൈ. ആ ട്രക്കിങ് കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ശരിക്കും ഇതാണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേ വരുന്നത്. ഇതിൻ്റെ മെയിൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വലിയൊരു വീഡിയോ ഞാൻ ഇറക്കാം. അല്ല കേട്ടോ, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചുവന്നുള്ളി അത് മുളച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ നട്ടിട്ടും കൂടി ഉണ്ടായിരുന്നു. ഏകദേശം ഇത്ര ആയതുകൊണ്ട് നമുക്ക് നോക്കാം അതെന്താവുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, ഞാനും ഇപ്പോഴാണ് ശ്രദ്ധിച്ച്. ഈ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ഈ കള നിൽക്കുകയാണ്. ഓക്കെ, സംഭവം ഇത് ഹിമാചലായതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ ഈ കള ഏതാണെന്ന് മനസ്സിലായ ആൾക്കാർ കമൻറ്റ് ചെയ്യണേ. എൻ്റെ ബ്രൂണിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി വരുന്ന മരങ്ങളാണ് ഈ എടുക്കുന്നത്. ഓക്കെ, നമ്മളിത് സേവ് ചെയ്യും, അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യും. നമ്മുടെ ഹോം സ്റ്റേയിൽ തന്തൂർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിട്ട് കത്തിക്കാനായിട്ടാണ് ഈ വിറക് യൂസ് ചെയ്യുക. ഇത് അടുത്ത കൊല്ലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പച്ചയാണ്. ഇപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ കണ്ണ് നന്നായിട്ട് പുകയും, പിന്നെ നമുക്ക് ആ റൂമിലൊന്നും പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റില്ല. സോ ആപ്പിൾ നന്നായിട്ട് ഉണങ്ങണം എന്നാണ് പറയുന്നത്. ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, ആപ്പിളും എന്തിനാണ് ഇതുപോലത്തെ ഗ്രീൻ പെയിൻ്റ് അടിച്ച് വിട്ടേക്കുന്നതെന്നൊക്കെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത്ര ഏരിയയിൽ ഇതിൻ്റെ സ്കിൻ ഇൻഫെക്റ്റഡ് ആയേക്കുന്നതാണ്. ഓക്കെ, ഇനിയൊരു ഇൻഫെക്ഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രോപ്പറായിട്ട് പെയിൻ്റ് അടിച്ച് വിടുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ആപ്പിൾ മരം കാണുമ്പോൾ അതിനകത്തൊരു ചെറിയ കവർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, അതിനകത്തൊരു ചെറിയ കൊമ്പും കുത്തിയിട്ടുണ്ടാവും. അതും എന്തിനാണെന്ന് ചിലവർക്ക് ചെറിയ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പരാഗണം നടക്കുന്ന സമയത്ത് ഈ സംഭവത്തിന് അടിപൊളിയായിട്ട് നല്ലൊരു തണ്ടിനെ നോക്കി, നല്ല ബ്രീഡുള്ള ഒരു തണ്ടിനെ നോക്കി ഇവർ അതിൽ പൂവും കോൺസെപ്റ്റ് ഉണ്ടാവും. അതടക്കം ഇട്ടിട്ടാണ് ഈ ലിക്വിഡിനകത്തേക്ക് അവർ ആഡ് ചെയ്യുക. അപ്പോൾ പരാഗണം ഒന്നും കൂടി നന്നായിട്ട് നടക്കും. അതിലുണ്ടാവണ ആപ്പിൾസ് മൊത്തം നല്ല ആപ്പിൾസായിട്ട് കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഡൗട്ടുകളാണ് ഇവിടെ വരുന്നവർക്കുള്ളൂ. അതൊക്കെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നൈസായിട്ടൊന്ന് മേളിൽ വില്ലേജിലേക്കൊന്ന് കയറിയിട്ട് വരാം. ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാനുണ്ട്. ആ ഷോപ്പിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഇവിടെ ഹോം സ്റ്റേയിലേക്ക് വരുന്ന വഴിയാണ്. ഒരു 350 ഏക്കർ ആപ്പിൾ ഫാമിൻ്റെ നടുക്കി കൂടെയാണ് ഈ ഒരു വഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയെന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു 2 ഫീറ്റ് ഉള്ളൊരു കോൺക്രീറ്റ് റോഡ്. ഇന്നലെ അടിച്ചാലേ സ്നോ കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഈ സൈഡൊക്കെ പെട്ടെന്ന് സ്നോ മെൽറ്റ് ആവട്ടെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലയിലൊക്കെ സണ്ണ് എന്തായാലും അടിക്കും. സണ്ണിൻ്റെ എഫക്റ്റ് അധികം ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് സ്നോ ഇങ്ങനെ സെറ്റിലായിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മെൽറ്റായി പോകും. എങ്ങനെ നോക്കിയാലും നല്ലൊരു ആംബിയൻസ് തരുന്ന ഒരു ചെറിയൊരു ഷോർട്ട് കട്ട്. നമ്മുടെ ഈ കാണുന്ന ഈ റൈറ്റും അതുപോലെ ലെഫ്റ്റും എല്ലായിടത്തും ആപ്പിൾ തന്നെയാണ്. ഇതൊക്കെ ആപ്പിളാണ്. ഓക്കെ, ഈ സമയമാകുമ്പോഴേക്കും വിൻ്റർ അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും ഇവർ ഇലയൊക്കെ കൊഴിച്ച് ഈ ഒരു സെറ്റപ്പിലായിരിക്കും നിൽക്കുക. ഇല അടിച്ചാലേ കുറച്ച് സ്നോ മാത്രം ബാക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതും ഈ പറയണ പോലെ അത്രയും വലിയ വൈബൊന്നുമില്ല. വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ടിട്ടേ ഇതും വലിയ രസമൊന്നുമില്ല. സണ്ണടിക്കാത്തോടത്ത് മാത്രമായിട്ട് കുറച്ച് സ്നോ ഇങ്ങനെ എടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പാത്തുവേ? അടിപൊളിയല്ലേ? നമ്മൾ ഏകദേശം വില്ലേജ് ടച്ച് ചെയ്യാറായി. ഇനി അധികം ദൂരമില്ല. ഇന്നലെ അടിച്ച സ്നോയുടെ ബാക്കിയൊക്കെ മേളിൽ മലകളിൽ ഇങ്ങനെ സെറ്റിലായി കിടക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ സൊളാങ് വാലി സൈഡ്, അതിൻ്റെ മുകളിലേക്കുള്ള സൈഡുകളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നല്ലോണം സ്നോ കാണാൻ പറ്റുള്ളൂ. നല്ല സ്നോയിങ് ആയിരിക്കും അവിടെ.
അങ്ങനെ നമ്മൾ അവസാനം വില്ലേജിൽ അപ്രോച്ച് ചെയ്തു കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വില്ലേജിൻ്റെ കാഴ്ചയാണ്. ഈ സാധനങ്ങൾ ചോക്കാനുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. ഈ സാധനം ഇങ്ങനെ സെറ്റ് ചെയ്തവർ തോളത്തിടാനുള്ള കയറുണ്ടാക്കും. നമ്മളൊരു പാഴ്സൽ കളക്ട് ചെയ്യാനായിട്ട് വന്നേ. ചെക്കന് ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മളെ പാഴ്സൽ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളേതെങ്കിലും കടയുടെ നെയിമോ അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് വേണം. ഇവിടെ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ പക്ഷേ അറ്റ്മോസ് മണാലിൻ്റെ പേരിൽ ആ പരിപാടിയാണ് സെറ്റ് ചെയ്തത്. പാഴ്സലൊക്കെ കിട്ടി ബോധിച്ചു കേട്ടോ. ചാൻസ് പാഴ്സൽ കൊണ്ടുവരണ ഈ ചെക്കൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ ഇല്ലെങ്കിൽ ഈ ഒരു SS ഫ്രൂട്ട് കടയിലാണ് നമ്മുടെ പാഴ്സലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് പോകാറ്. വില്ലേജേഴ്സൊക്കെ ഓണാണ്. നമ്മളിങ്ങനെ നൈസായിട്ട് പോകുന്നു. അവിടെ നിന്നൊക്കെ ഇന്നലെ അടിച്ച സ്നോ വീഴുന്നുണ്ട്. ശാന്തിയായിട്ട് പോകുന്ന കക്കനാൽ വില്ലേജ്. കേസയോ ഇവിടെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രാവിലെ തൊട്ട്, അതായത് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ രാവിലെ തൊട്ട് എൻജോയ്മെൻ്റ് എടുത്തു തുടങ്ങി. നല്ല രസമുള്ള പരിപാടിയൊക്കെ ആദ്യമൊക്കെ പറഞ്ഞിങ്ങനെ ചില്ലായിട്ട് വേറിട്ടൊരു വ്യത്യസ്തമായിട്ടൊരു കാഴ്ച കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. അതായത് വഴിയിൽ സൂര്യപ്രകാശമൊക്കെ പിടിച്ച് നാട്ട് റോഡിൽ കിടന്നിറങ്ങുന്ന ഒരു കാർന്ന് വരും ഒരച്ചാച്ചൻ. ആളുമില്ല അറിയാണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് പോണേ. എന്നിട്ട് ഫോൺ എനിക്കറിയില്ല. എങ്ങനെയുണ്ട് സാധനം? എന്നാ പുലിക്കുട്ടിയല്ലേ, ഹിമാചലിലെ പുലിക്കുട്ടിയാണ് എടുക്കുന്നത്. സൈഡിൽ ഒതുക്കി പതുക്കെ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടേക്കുക. ഇനി ഞാൻ ഒരു സൂത്രം കാണിച്ചാറാവേ. ഇതെങ്ങനെയുണ്ട്? ഓക്കെ, ഒന്നുകൂടെ സൂമിൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ സൊലാങ് വാലിന് മേളിലേക്കുള്ള സൈഡ് വരുന്നത്. അവിടെ ആവശ്യത്തിലധികം ഇപ്പോൾ നല്ല രീതിയിൽ സ്നോ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നാളെ മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് ആ ഒരു സ്നോ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതാണ് വ്യൂ. ഇതെങ്ങനെയുണ്ട് വ്യൂ? ഇത് നമ്മുടെ ഹോം സ്റ്റേയുടെ തൊട്ട് മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇപ്പം നിലവിൽ നമ്മളിവിടെ ഒറ്റയ്ക്കാണ്. പക്ഷേ ഇന്നൊരുത്തനും കൂടി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനും കൂടി എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സജില പിടിക്കാൻ പറ്റുമെന്ന് നോക്കണം. സജിലയിൽ അവൻ്റെ കൂടെ ഒന്ന് ട്രക്ക് ചെയ്ത് അതും കൂടി ഒന്ന് വീഡിയോ ആക്കി കൊള്ളാമെന്നുണ്ട്. അതേ വ്യൂ ഞാനത് ഇവിടുന്ന് ഒരു വട്ടം കൂടി കാണിച്ചു തരാവേ. അങ്ങനെയുണ്ട്, പൊള്ളിയല്ലേ. എൻ്റെ പിറകിലോട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ഇവിടുന്ന് സണ്ണടിക്കുന്നതുകൊണ്ട് അത്രയും വലിയ വൈബല്ല. എന്നാലും ആപ്പിൾ തോട്ടം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ചോളം, ഗോതമ്പ്, ഈ ഒരു തിട്ടിൽ മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ. ഇവിടെ അധികം ഈ പറയും പോലെ പ്രോപ്പറായിട്ട് ആപ്പിള് ഒന്നുമില്ല. അവിടെ കുറച്ച് ഗ്രീനിഷ് ആയിട്ട് തെളിയുന്നുണ്ടോ, അവിടെ എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. പക്ഷെ ഇതിൽ വിതച്ചുണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഇവരെന്തോ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാന്നിപ്പോൾ പറയാൻ പറ്റാനുള്ള അവസ്ഥയായിട്ടില്ല. എല്ലാം ഒന്ന് ഗ്രീനിഷ് ആവട്ടെ. അപ്പോൾ ഇതിലും ഭംഗിയുണ്ടാവും ഇത് കാണാൻ. മാർച്ചൊക്കെ ആവുന്നതോടുകൂടി തന്നെ ഹിമാചലിൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീനിഷ് അടിക്കും. ഓക്കെ, ആ ടൈമിൽ ഇത് കാണാൻ ഒന്നും കൂടി ഭംഗിയാവും. അടിപൊളിയാണ്ടോ ആ സമയത്ത്. അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഭാവിയിൽ വരാം. നമ്മൾ പാഴ്സലൊക്കെ കളക്ട് ചെയ്ത് സാധനങ്ങളൊക്കെ മേടിച്ചു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹോം സ്റ്റേയിൽ ബാക്ക് ടു എത്തി. ഇതിൻ്റെ മേളിൽ നിന്നുള്ളൊരു ഓട്ടോറ വ്യൂ കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ആ സൈഡ് സണ്ണ് നിൽക്കുന്ന കൊണ്ടിട്ട് തന്നെ ഇവിടേക്ക് അത്ര ഒരു വൈബ് കിട്ടില്ല. പക്ഷെ ഈ സൈഡ് ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഹോം സ്റ്റേയുടെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ആ സൈഡ് ഹംതാ പാസ്, അവിടം വരെ ഹംതാ പാസിൻ്റെ ഓൺ സൈഡ്. ഇത് അവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് സൊളാങ് വാലി, അതിൻ്റെ അപ്പുറത്തോട്ട്. ഈ സൈഡ് സജില വാട്ടർഫോൾ, അതിൻ്റെ അപ്പുറത്തോട്ട് മലാന.
ഈ സൈഡ് കുള്ളു കസോള് സൈഡ് ആണ് അതിൻ്റെ ഒരു മൂഡ്. ഇത് ഷാലോയിൻ വില്ലേജ്. വില്ലേജ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല കേട്ടോ. ആ ഒരു ചെരുവിലാണ് നിൽക്കുന്നത്. എത്രത്തോളം അത് കാണാൻ പറ്റൂല അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മേളിൽ നിന്നുള്ള 360 വ്യൂ. അപ്പോൾ ഹോം സ്റ്റേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനി അടുത്തതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുവരെയും സ്റ്റേ ട്യൂൺ.